കുടുകുട ചിരിച്ചുകൊണ്ട് ഓടിക്കളിച്ച് നിർത്താതെ കിന്നാരം പറഞ്ഞ് എപ്പോഴും നമ്മുടെ അടുത്ത് നിന്നും മാറാതെ നടന്നിരുന്ന നമ്മുടെ കുട്ടികൾക്ക് മുതിരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചെറിയ പ്രായത്തിൽ അവർ നിഷ്കളങ്കമായി പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേ ലാഘവത്തോടെ നമ്മൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. നമ്മൾ ചോദിക്കാതെ തന്നെ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, ടീച്ചേഴ്സിനെ കുറിച്ച്, കൂട്ടുകാരെക്കുറിച്ച് ഒക്കെ നമ്മുടെ മക്കൾ വാതോരാതെ സംസാരിക്കുമായിരുന്നില്ലേ? അവരുടെ സംസാരം കേൾക്കുവാനും അവരെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുവാനും നമുക്കിഷ്ടമായിരുന്നു. നമ്മുടെ പ്രോത്സാഹനം കുഞ്ഞുങ്ങൾക്കും വളരെ പ്രിയപ്പെട്ടതായിരുന്നു. പിന്നെ പിന്നെ സംസാരം കുറഞ്ഞു. പലതും ചോദിക്കുന്നതിന് വളരെ വിഷമിച്ചെന്തെങ്കിലും പറഞ്ഞാലായി. പലപ്പോഴും ദേഷ്യത്തിലാവും മറുപടി. കുട്ടികൾക്ക് ഇത്തരത്തിലുണ്ടാകുന്ന മാറ്റം പല മാതാപിതാക്കളെയും വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. ആദ്യമേ പറയട്ടെ, ഡിപ്രഷൻ പോലെയുള്ള മാനസിക പ്രശ്നങ്ങളോ മയക്കുമരുന്ന് വസ്തുക്കളുടെ ഉപയോഗം മൂലമോ ഉള്ള ഒറ്റപ്പെടലും ആശയവിനിമയക്കുറവുമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കൗമാരത്തിൻ്റെ തുടക്കത്തിൽ ഏകദേശം 9 മുതൽ 13 വയസ്സുവരെയുള്ള കാലഘട്ടത്തിലാണ് ഇത്തരമൊരു മാറ്റം നാം ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. വളരെ ഫ്രീ ആയി ഇടപെട്ടുകൊണ്ടിരുന്ന കുട്ടികൾ ഈ ഘട്ടത്തിൽ വ്യത്യസ്തരാകുന്നു. അവളെല്ലാം എന്നോട് പറയും, എൻ്റെ കൂടെ ഇരിക്കാനും ചേർന്ന് കാര്യങ്ങൾ ചെയ്യുവാനും അവന് വളരെ ഇഷ്ടമാണ് എന്നൊക്കെ കരുതിയിരുന്നിടത്ത് നിന്നും പെട്ടെന്ന് മക്കളോടുള്ള ബന്ധം അറ്റുപോയതുപോലെ തോന്നുന്നത് മാതാപിതാക്കളെ വൈകാരിക സമ്മർദ്ദത്തിൽ എത്തിക്കും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രായത്തിലെ കുട്ടിയുടെ മാറ്റം സ്വാഭാവികം മാത്രമാണെന്നാണ്. ഇത്തരം മാറ്റങ്ങൾ അവരുടെ ഇതേ പ്രായത്തിൽ നമ്മളും അനുഭവിച്ചറിഞ്ഞതല്ലേ? അന്ന് നാമും ഇതേപോലെ നമ്മുടെ മാതാപിതാക്കളുമായി ഒരു അകലം സൂക്ഷിച്ചിട്ടുണ്ടാവാം. നമ്മളതത്ര തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് മാത്രം. കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അവർക്ക് പുതിയതാണെങ്കിലും നമ്മൾ മാതാപിതാക്കൾക്ക് മുന്നറിവുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. കുട്ടി ഒരു മുതിർന്ന വ്യക്തിയായി മാറുകയാണ്. ഈ മാറ്റവുമായി അവരും പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയാണ്. ഈ മാറ്റത്തിൻ്റെ ഘട്ടത്തിൽ അവർക്ക് പിന്തുണ കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. കൗമാരത്തിലെ മാറ്റത്തിന് പിന്നിൽ 3 കാരണങ്ങളാണുള്ളത്. ഡിഫറൻസിയേഷൻ അഥവാ താൻ മുതിർന്ന വ്യക്തിയാണ് എന്ന തോന്നലാണ് ഒന്നാമത്തെ കാരണം. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ അവരുടെ കാര്യത്തിൽ നമുക്കുണ്ടായിരുന്ന ഉത്കണ്ഠയും ആകുലതകളുമൊക്കെ അവർ വലുതായി കഴിഞ്ഞും നാം അതേപടി തുടർന്നാൽ മാതാപിതാക്കളുടെ മുൻപിൽ തങ്ങൾ ഇപ്പോഴും ചെറുതാണെന്ന് മക്കൾക്ക് തോന്നും. അതവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അവരുടെ മാനസിക വളർച്ചയുടെ ഭാഗമായി അവർ ആഗ്രഹിക്കുന്ന പ്രൈവസിയാണ് രണ്ടാമത്തെ കാരണം. അവർ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണൽ സ്പേസും സമയവും അവർക്ക് നൽകാൻ നമ്മൾ തയ്യാറാകണം. അവർ ആഗ്രഹിക്കാത്ത ഇടങ്ങളിലേക്ക് അവരെ നിർബന്ധിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട. അവരുടെ സ്വകാര്യതയെ നാം മാനിക്കണം. അവിടേക്ക് കടന്നു കയറാൻ ശ്രമിക്കരുത്. മുതിർന്ന ആളാകുന്നതോടെ പല കാര്യങ്ങളിലും സ്വയം പര്യാപ്തത വേണമെന്ന് അവർക്ക് തോന്നിത്തുടങ്ങും. ഇതാണ് മൂന്നാമത്തെ കാരണം. അവരുടെ കൂട്ടുകാരും മുതിർന്നവരും പല കാര്യങ്ങളും തനിയെ ചെയ്യുന്നത് കാണുമ്പോൾ തനിക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് അവർ കരുതുന്നു. ഇതിനെയൊക്കെ കുട്ടികളുടെ കുറ്റമായി കാണേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ഇങ്ങനെ തന്നെയല്ലേ വേണ്ടത്? നമ്മുടെ കുട്ടികൾ എന്നും കുട്ടിത്തത്തോടെ തന്നെ പെരുമാറണമെന്ന് ചിന്തിക്കുന്നത് ശരിയാണോ? സ്വതന്ത്രമായി ചിന്തിക്കാനും പെരുമാറാനും അഭിപ്രായങ്ങൾ പറയാനുമൊക്കെ ആഗ്രഹിച്ചു തുടങ്ങുന്ന പ്രായത്തിൽ മാതാപിതാക്കൾ അവരെ കെട്ടിയിട്ട് തങ്ങൾക്ക് ചുറ്റും കറങ്ങുന്നവരാക്കരുത്. പ്രായപൂർത്തിയിലേക്ക് കിടക്കുന്ന മക്കളെ വിരൽത്തുമ്പിൽ പിടിച്ചു നിർത്താതെ അവരുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് സ്വതന്ത്രരാക്കാൻ മാതാപിതാക്കൾ തയ്യാറാവണം. ഈ ഉൾവലിവും ആശയവിനിമയക്കുറവും കുട്ടിയുടെ ഒരു സ്ഥിര സ്വഭാവമായി തീരുമോ എന്ന പേടി വേണ്ട. ഒരു മുതിർന്ന വ്യക്തിയായി മാറി തുടങ്ങുന്നതോടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് മെച്ചപ്പെട്ട പെരുമാറ്റ രീതിയിലേക്ക് അവർ തിരികെ എത്തും. ആശയവിനിമയം കുറയുന്ന ഈ ഘട്ടത്തിൽ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ആശയവിനിമയത്തിലെ കുറവ് കൗമാരക്കാർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കുറവായി കണക്കാക്കരുത്. അവർ എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹവും കരുതലും ആഗ്രഹിക്കുന്നുമുണ്ട്. രണ്ടാമതായി, സംസാരം കുറഞ്ഞു എന്ന് കരുതി അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുവാനും ബന്ധം ഊഷ്മളമായി നിർത്തുവാനും ഉള്ള എല്ലാ വഴികളും അടഞ്ഞുപോയെന്ന് കരുതരുത്. അവരെ ഒരു കാരണവശാലും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുകയോ അവർക്ക് താല്പര്യമില്ലാത്ത ഇടങ്ങളിൽ നിർബന്ധിക്കുകയോ ചെയ്യരുത്. പല പ്രായത്തിലുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഉള്ള ശാരീരിക ആവശ്യങ്ങൾ പലതാണ് എന്നതുപോലെ തന്നെ മാനസിക ആവശ്യങ്ങൾക്കും വ്യത്യസ്തത ഉണ്ടാവും. കൊച്ചുകുട്ടികൾക്ക് എപ്പോഴും കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് കരുതി മുതിർന്ന കുട്ടിയെ അതിന് നിർബന്ധിക്കുന്നത് അവർ തമ്മിൽ വഴക്കിന് കാരണമായേക്കാം. 2 പേരെയും ഒരുപോലെ കണ്ടാൽ മുതിർന്ന ആളെ അനാവശ്യമായി ശാസിക്കേണ്ടി വരികയും അത് അവർക്ക് അരോചകമായി തീരുകയും പ്രശ്നം സങ്കീർണമാവുകയും ചെയ്യും. മുതിർന്ന കുട്ടികളോട് വളരെ കർശനമായി പെരുമാറാതിരിക്കുക.
കാരണം ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കുള്ള പാലം കയറുന്ന കുട്ടികൾ അടിച്ചേൽപ്പിക്കുന്നതിനെയൊക്കെ ചെറുക്കാനുള്ള പ്രവണത കാണിച്ചേക്കാം. ഉദാഹരണത്തിന്, കൂട്ടുകാരുമായി പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകാനൊരുങ്ങുന്ന മകനോട് ഇവിടെ ഉണ്ടാകുന്ന ഭക്ഷണം ഒന്നും പോരെ, പുറത്തു പോകേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ അവൻ ഇഷ്ടപ്പെടില്ല. കാരണം ഭക്ഷണം കഴിക്കുക എന്നതല്ല ഇവിടെ പ്രധാനം, കൂട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നതാണ്. നല്ല സൗഹൃദങ്ങൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കണം. കാരണം അതുവഴി നല്ല സ്വഭാവങ്ങൾ കുട്ടികൾ അറിയാതെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാകും. ഈ കാലഘട്ടത്തിൽ മക്കൾ ദേഷ്യപ്പെടുമ്പോൾ മാതാപിതാക്കൾ സംയമനം പാലിക്കണം. അവർ ഒരു കാര്യം നമ്മളോട് പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ അതിലേക്ക് തുരന്നു കയറുവാൻ ശ്രമിക്കരുത്. അവരെ ചോദ്യം ചെയ്യുകയും അരുത്. പകരം അവരെ വിശ്വാസത്തിലെടുക്കുവാനും അവർക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ അവർക്കൊപ്പം നിങ്ങളും ഉണ്ടാവും എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുക്കുവാനുമാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. വലിയ സൗഹൃദ സദസ്സുകളും ചർച്ചയുടെ അവസരങ്ങളും അവർ ചിലപ്പോൾ ഒഴിവാക്കുമെങ്കിലും അടുപ്പമുള്ളവരുമായി ശാന്തമായ പങ്കുവയ്ക്കലുകൾ അവർ ഇഷ്ടപ്പെടും. ഉദാഹരണത്തിന്, വീട്ടിൽ പൊതുവായി എടുത്ത തീരുമാനങ്ങളും പ്ലാനുകളുമൊക്കെ അവരെ അടുത്ത് കിട്ടുമ്പോൾ വ്യക്തിപരമായി ധരിപ്പിക്കുന്നതും അഭിപ്രായം ചോദിക്കുന്നതും അവരെ വീടുമായി അടുപ്പിക്കും. ഇടയ്ക്ക് അവർക്ക് താല്പര്യമുള്ള വിഭവങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കി നൽകുന്നത് മാതാപിതാക്കളുടെ കരുതലിൻ്റെ അടയാളമായി അവർ ഉൾക്കൊള്ളും. ഇത്തരം ഇടപെടലുകൾ അവരിൽ ആത്മവിശ്വാസം നിറയ്ക്കുകയും സാവകാശം കുടുംബത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരികയും ചെയ്യും. നമ്മുടെ കൗമാരക്കാർ വല്ലാതെ ദേഷ്യം കാണിക്കുന്നുണ്ടോ? വീട്ടിലുണ്ടാകുന്ന ഭക്ഷണത്തോട് മടുപ്പ് കാണിക്കുന്നുണ്ടോ? കൂട്ടുകാർക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ചിലതൊക്കെ നിങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ആശങ്ക വേണ്ട. അവർ വളരെ നോർമലായി വളർച്ചയുടെ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുതിർന്ന വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന അവർക്കുണ്ടാകുന്ന ഈ മാറ്റങ്ങളെല്ലാം മാറി നിന്ന് കണ്ടാസ്വദിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഒരു ചെറിയ കാലഘട്ടം നമ്മുടെ മക്കൾ ഈ രീതിയിൽ പെരുമാറിയേ തീരൂ. കാരണം അതവരുടെ വളർച്ചയുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമാണ്. പ്രായപൂർത്തിയായ മക്കൾ ബാല്യകാലത്തിൽ എന്ന പോലെ പെരുമാറിയാൽ മാത്രമേ നാം വിഷമിക്കേണ്ടതുള്ളൂ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ധാർമ്മികതയും മൂല്യബോധവും നഷ്ടപ്പെട്ട പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ട മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ സമയോചിതമായ ഇടപെടലുകൾ നടത്താൻ മടിക്കരുത്. നമ്മുടെ മക്കൾ ബാല്യത്തിൻ്റെ കുട്ടിത്വത്തിൽ നിന്ന് കൗമാരത്തിൻ്റെ ഗൗരവഭാവത്തിലേക്ക് മാറുമ്പോൾ പരിഭവിക്കേണ്ട. മക്കൾ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കേണ്ട. മറിച്ച് ഒരു നല്ല അനുഭവമായി അമ്മയും നല്ല ഇടപെടലായി അച്ഛനും മക്കളുടെ കൂടെ നിന്ന് അവരുടെ വളർച്ചയിൽ സഹായിക്കുകയും സന്തോഷിക്കുകയും ചെയ്താൽ മതി.